ഈ എന്താ പറയൂലേ, ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂ കാലം നീ തന്നു. അതുപോലെയാണ് മീൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം എൻ്റെ പൊന്നേതേ മേടിച്ചോണ്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ, കൊഴുവ, അയല, ചൂര, കണവ, എന്തൊക്കെയാ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കക്ക ഇറച്ചി. അത് നല്ല വലിയ സൈസ് കക്കയാണേ ഇപ്രാവശ്യം കിട്ടിയതേ. അല്ലെങ്കിൽ ഇത്രയും വലിയ കക്ക കിട്ടാറില്ല. ഇപ്രാവശ്യം കിട്ടിയത് നല്ല വലിയ കക്കകളാണ്. അത് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഓരോ ദിവസവും ഓരോന്ന് കറി വെക്കാനാണ്. അധികമായാലും മീൻ നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് ഇതായി പോവും, മത്ത് പിടിച്ചു പോവും. കുറച്ചൊക്കെ കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ലാഭത്തിൽ കിട്ടിയാൽ, ഇന്ന് പോയി മേടിച്ചത് മറ്റേ ഇവിടെയാണ്, ഹാർബറിലാണ് പോയി മേടിച്ചത്. അപ്പോൾ ഇച്ചിരി ലാഭത്തിന് കിട്ടിയപ്പോൾ ലാഭത്തിന് കൊണ്ടുവന്നിച്ചു. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി, ഞാനിപ്പോൾ സിങ്കിലെല്ലാം കൊട്ടി വെച്ചിരിക്കണതാണ്. അപ്പോൾ ഇനി കഴുകി വൃത്തിയാക്കി ഫ്രീസറിലാക്കിയിട്ട് ഓരോ ദിവസവും ഓരോ മീനെടുത്ത് കറി വെക്കണം. ഇതാണ് ഇങ്ങനെ ഈ ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം. ഈ മറ്റേ കക്കയ്ക്കകത്ത് നല്ല വലിയ കക്കയായതുകൊണ്ട് അഴുക്ക് നിറയുണ്ട്. അഴുക്ക് ഇങ്ങനെ ഞെക്കിയെടുത്ത് കളഞ്ഞിട്ട് വേണം അത് കറി വയ്ക്കാൻ. നല്ല 2-3 പ്രാവശ്യം കഴുകണം, എന്നിട്ടേ കറി വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ ഞാനിതെല്ലാം കഴുകി തീർക്കട്ടെ.